ഇനി സഹിക്കാൻ വയ്യ. എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഇനി സഹിക്കാൻ വയ്യ. അവളോട് വരട്ടെ. ഞാനിവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ പോവും. നിന്നെ കണ്ടിട്ടൊരു ബൈ പറഞ്ഞ് പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്താ. ഓ നന്നായി, ബൈ. എവിടേക്കാന്ന് ചോദിക്കണില്ലേ? ഇല്ല, നീ ചോദിച്ചോണ്ട് പോവാണ്ടിരിക്കണ്ട. ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നോട് ഇങ്ങനെ പെരുമാറണേ? അതൊന്നും സാരില്ല, എന്തായാലും പോവല്ലേ, നീ അതൊക്കെ അങ്ങോട്ട് മറന്നേക്ക്. എനിക്കറിയാം, ആ ഗ്യാസിന്റെ കാര്യത്തിലല്ലേ പ്രശ്നം. ആ തെണ്ടിയോട് ഞാൻ പറഞ്ഞ ഗ്യാസ് സിലിണ്ടർ അകത്ത് കയറ്റി വയ്ക്കുക. അപ്പൊ അവൻ പറയണം ചേട്ടന് നല്ല ആരോഗ്യമില്ലേ, എടുത്ത് കയറ്റി വെച്ചൂടെ എന്നോട്. അതിനാളെ അടിക്കുകയാണോ ചെയ്യാ? നീ ഗ്യാസിന് എന്താ ചെയ്യാ? എടി, എന്റെ ഭാഗത്തുള്ള തെറ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ അവനോട് മാപ്പ് പറയാൻ പോയതല്ലേ. അപ്പോഴേക്കും ഗ്യാസിന്റെ ഷോപ്പ് അടച്ചു പോയിട്ടല്ലേ, അതുകൊണ്ടല്ലേ. ആ, അതുകൊണ്ടാവും ആ കാശിന് സിനിമയും കണ്ട് ബിരിയാണിയും കഴിച്ച് വന്നത്. ഇങ്ങനെ കണക്ക് പറയല്ലേ സന്ധ്യ. സംഭവം സത്യമാണ്. ഞാൻ കുറച്ചു കാലമായിട്ട് നിന്റെ ചെലവിലാണ് ജീവിക്കണേ, അത് സത്യം തന്നെ. കുറച്ചു കാലോ? ഈ 5 കൊല്ലാണോ ഈ കുറച്ചു കാലം? പക്ഷെ ഇന്നലെ നീ എൻ്റെ അച്ഛനോട് പറഞ്ഞില്ലേ എന്നെ ഉപദേശിക്കാൻ? ആളെന്നോട് ചോദിക്കുകയാണ്, നാളെ ഉണ്ടാകുന്ന എനിക്ക് ഭാര്യയുടെ ചെലവിൽ ജീവിക്കാമെന്ന്. എൻ്റെ അച്ഛനായി പോയി. നേരിട്ട് വന്ന് 2 തരണം എന്നാ അച്ഛൻ പറഞ്ഞത്. എന്തായാലും ശല്യം തീർന്നില്ലേ? ഞാൻ എറണാകുളത്ത് ഉണ്ണിയുടെ അടുത്ത് പോവാം. അവനാണ് ഈ ഫുഡും വെച്ചോളും. പിന്നെ പകലും ആരും ഉണ്ടാവില്ല അവിടെ. വൈഫൈ ഉണ്ട്. എന്നാ വേഗം ആവട്ടെ, ലാസ്റ്റ് ബസ് പോണതിന് മുമ്പ് ഇറങ്ങിക്കോ. അവസാനമായിട്ട് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഉണ്ണിയോട് വിളിച്ച് പറയണം, എനിക്ക് വയ്യാത്തോണ്ട് ആ വീട്ടിലെ പണിയൊന്നും എന്നെ കൊണ്ട് ഇടിപ്പിക്കരുതെന്ന്, പ്ലീസ്. അത് ഞാൻ പറയാം. ബസ് പോവും, വേഗം പോവാൻ നോക്ക്. ഇതെന്ത് ചിക്കനാ? ആ, എന്നാ പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ആദ്യത്തെ ബസ്സിൽ പോയല്ലോ. എന്താ നിന്റെ അഭിപ്രായം?